ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ആന്റി ഡിപ്രസൻസിന്റെ കേസ് നോക്കാം. അപ്പോൾ ആന്റി ഡിപ്രസൻസിന്റെ കേസ് വരുമ്പോഴത്തേക്കും അമൈട്രിപ്റ്റിലിന്റെ കേസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ഡ്രഗ് നോക്കാനുള്ളത് അമൈട്രിപ്റ്റിലിന്റെ കേസാണ്. ആന്റി ഡിപ്രസൻസിൽ അമൈട്രിപ്റ്റിലിൻ പേര് പഠിച്ചു വെക്കണേ. പേരും സ്ട്രക്ചറിനെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല, കാരണം ഓൾറെഡി തന്നിട്ടുള്ളതാണ്. പിന്നെ അമൈട്രിപ്റ്റിലിൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കീറ്റോണിൽ നിന്നിട്ടാണ്. അതൊന്ന് നോട്ട് ചെയ്തു. ഡൈബെൻസോ സൈക്ലോ ഹെപ്റ്റിനോൺ അമൈട്രിപ്റ്റിലിൻ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഹൈഡ്രോക്ലോറൈഡ് ഫോമാണ് യൂഷ്വലി നമുക്ക് ടാബ്ലറ്റ് ഇഞ്ചെക്ഷൻസ് ഒക്കെ ആയിട്ട് വരുന്നത് ഹൈഡ്രോക്ലോറൈഡ് ഫോമാണ്. പിന്നെ ബാക്കി കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് നോട്രിപ്റ്റിലിൻ. നോട്രിപ്റ്റിലിന്റെ കേസ് വരുമ്പോഴും ഇതേപോലെ തന്നെയാണ്, നമുക്ക് ഡൈസൈക്ലോ ഹെപ്റ്റിനോണിൽ നിന്ന് തന്നെയാണ് പ്രിപ്പറേഷൻ വരുന്നത്. ആൻഡ് അതിന്റെ ഹൈഡ്രോക്ലോറൈഡ് ഫോം തന്നെയാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ് ഇസ് ബൗണ്ട് ടു ബി ലെസ് സെഡേറ്റിംഗ് ദാൻ അമൈട്രിപ്റ്റിലിൻ. ദെൻ നെക്സ്റ്റ് ഇമിപ്രാമിൻ ഹൈഡ്രോക്ലോറൈഡ്. ഇമിപ്രാമിൻ ഹൈഡ്രോക്ലോറൈഡിന്റെ കേസ് വരുമ്പോൾ ഈ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. ആൻഡ് ഇറ്റ് ഗെറ്റ്സ് കളേർഡ് ടു യെല്ലോ ടു റെഡിഷ് കളർ അണ്ടർ ലൈറ്റ്. ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. ഗെറ്റ്സ് കളേർഡ് ടു യെല്ലോ ടു റെഡിഷ് കളർ അണ്ടർ ലൈറ്റ്. സോ ഇമിപ്രാമിന്റെ കേസ് വരുമ്പോഴും ഹൈഡ്രോക്ലോറൈഡ് ഫോം ആണ് യൂസ് ചെയ്യുന്നത് ഇമിപ്രാമിന്റെ കേസ് വരുമ്പോഴും. ഓക്കെ, ദെൻ ഇത് എടുക്കുന്നത് സിന്തസൈസ് ചെയ്യുന്നത് റിഡക്ഷൻ ഓഫ് ഡൈനൈട്രോസ്റ്റിൽബീനിൽ നിന്നിട്ടാണ് റിഡക്ഷൻ വരുന്നത്. അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈനൈട്രോസ്റ്റിൽബീൻ. ഓക്കെ, അപ്പോൾ അതും കൂടിയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതിന്റെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ഏതാന്നുള്ളത് ചോദിച്ചാൽ അറിയണം. പിന്നെ സ്ട്രക്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് ഫെനൽസിന്റെ കേസ് വരുമ്പോൾ ഹൈഡ്രസിൻ ഡെറിവേറ്റീവ് ആണ് ഫെനൽസിൻ. പിന്നെ ഫെനൽസിന്റെ കേസിൽ ഫെനൽസിൻ സൾഫേറ്റ് ആണ് യൂഷ്വലി ടാബ്ലറ്റ് ഫോംസിൽ വരുമ്പോൾ ഫെനൽസിൻ സൾഫേറ്റ് ആണ്. നെക്സ്റ്റ് ട്രെനൈൽ സൈക്ലോമിന്റെ കേസ് വരുമ്പോൾ സൈക്ലോപ്രൊപ്പൈൻ ഡെറിവേറ്റീവ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. എന്താണ് ട്രെനൈൽ സൈക്ലോമിൻ? ട്രാൻസ് ടു ഫിനൈൽ സൈക്ലോപ്രൊപ്പനമൈൻ ആണ് അല്ലെ. പിന്നെ ട്രെനൈൽ സൈക്ലോമിന്റെ കേസ് വരുമ്പോൾ അത് ഓർഡർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനമാൽഡിഹൈഡിന്റെ ഓർഡർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ട്രെനൈൽ സൈക്ലോമിൻ എന്നുള്ളത് ഓർക്കുക. സിനമാൽഡിഹൈഡിന്റെ ഓർഡർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ട്രെനൈൽ സൈക്ലോമിൻ. അപ്പോ അത്രയാണ് നമുക്ക് കെമിസ്ട്രിയിൽ ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അനാലെപ്റ്റിക്സും CNS മസിൽ റിലാക്സൻസും ആണ്. അപ്പൊ അതിൽ വളരെ ചെറിയൊരു പോർഷൻ ആണ് അത് വരുന്നത്, അനാലെപ്റ്റിക്സും CNS മസിൽ റിലാക്സൻസും. അനാലെപ്റ്റിക്സിൽ വരുന്ന ഡ്രഗ് ഏതാ? അനാലെപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ CNS സ്റ്റിമുലൻസ് ഒക്കെ വരും. പക്ഷെ നമുക്ക് മെയിൻലി അനാലെപ്റ്റിക്സിന്റെ കേസിൽ വരുന്ന അനാലെപ്റ്റിക് എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് ആണ് വരുന്നത്. റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് ആണ്. അതിൽ വരുന്ന ഡ്രഗ് ഏതാ? മസിൽ റിലാക്സൻസിന്റെ നമുക്ക് അനാലെപ്റ്റിക്സിന്റെ കേസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഡോക്സാപ്ര. ഓക്കെ, കാരണം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് DHSനോ IMSനോ ഇതിനോ ഒന്നിന് റീസെന്റ് ആയിട്ട് തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഡോക്സാപ്രാം. അപ്പൊ ഡോക്സാപ്രാം എന്താണ് എന്നുള്ളത് ഫസ്റ്റ് ഓർക്കുക. എന്താണ് ഡോക്സാപ്രാം? അനാലെപ്റ്റിക് ആയിട്ടുള്ള ഡ്രഗ് ആണെന്നുള്ളത് ഓർക്കുക. പിന്നെ ചിലപ്പോൾ നമുക്ക് അനാലെപ്റ്റിക് എന്ന് ചോദിക്കാതെ താഴെ തന്നിരിക്കുന്നതിലുള്ള റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് ഡ്രഗ് ഏതാണെന്ന് പറഞ്ഞിട്ടും ചോദിക്കാം കേട്ടോ. അങ്ങനെയും ചോദിച്ച് കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ദെൻ പിന്നെ അതില് പ്രത്യേകിച്ച് വേറൊന്നും ഓർക്കാനില്ല, ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അതിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ ഡോക്സാപ്രാം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഈ ഫെയിന്റിങ് ഒക്കെ പോലെയുള്ള കണ്ടീഷൻസ് വരുമ്പോഴാണ് നമുക്ക് റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് ഡ്രഗ് ആയിട്ടുള്ള ഡോക്സാപ്രാമിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇത്രയേ ഉള്ളൂ. അതില് ആ ഡ്രഗിന്റെ പേരാണ് അവിടെ ഓർത്ത് വെക്കാനുള്ളത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെൻട്രലി ആക്ടിങ് മസിൽ റിലാക്സൻസ് ആണ് നമുക്ക് പിന്നീട് നോക്കാനുള്ളത്. അപ്പോൾ സെൻട്രലി ആക്ടിങ് മസിൽ റിലാക്സൻസിന്റെ കേസ് വരുമ്പോൾ നമ്മൾ ഓൾറെഡി ന്യൂറോമസ്കുലർ ബ്ലോക്കേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് നമ്മൾ ANS പറഞ്ഞപ്പോഴത്തേക്കും ന്യൂറോമസ്കുലർ ബ്ലോക്കേഴ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇത് സെൻട്രലി ആക്ട് ചെയ്തുകൊണ്ടുള്ള നെക്സ്റ്റ് മസിൽ റിലാക്സൻസിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ടെറ്റനസ് പോലെയുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ അക്യൂട്ട് മസിൽ സ്പാസത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് യൂഷ്വലി ഈ സെൻട്രൽ മസിൽ ആക്ടിങ് റിലാക്സൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്രോണിക് ആയിട്ടുള്ള സ്പാസം, അക്യൂട്ട് മസിൽ സ്പാസം, ടെറ്റനസ്, ഇതിനൊക്കെയാണ് നമുക്ക് യൂഷ്വലി സെൻട്രൽ മസിൽ റിലാക്സൻസ് വരുന്നത്. ഓക്കെ, ദെൻ അതിൽ വരുമ്പോഴത്തേക്കും ഡ്രഗ്സിന്റെ കേസ് വരുമ്പോൾ അതിലൊരു ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. മെക്കാനിസം വരുന്നുണ്ട്, ഡ്രഗ്സിന്റെ പേര് വരുന്നുണ്ട്, അതെങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം അതിലുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കാം. ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഇനി അടുത്ത ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് നമ്മൾ പറയുന്ന ക്ലാസിഫിക്കേഷൻ മെഫെനസിൻ കഞ്ചീനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. അപ്പൊ അതില്
മെഫെനസിന്റെ പോലെ എന്നുള്ള ഡ്രഗ്സിലാണ് നമുക്ക് ആ ബാക്കിയുള്ള കാരിസോപ്രഡോളും ക്ലോസോക്സസോണും ക്ലോർമെസനോണും മെത്തോകാർബമോളും ഒക്കെ വരുന്നത് മെഫെനസിൻ കഞ്ചീനറാണ്. അപ്പൊ ഈ മെഫെനസിനെ പറ്റിയിട്ട് ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. മെഫെനസിൻ എന്ന് പറയുന്നതാണ് നമുക്ക് മെഫെനസിൻ ഇപ്പൊ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഓയിൻമെന്റ്സ് ആയിട്ട് മാത്രമാണ് മെഫെനസിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. സോ അപ്പൊ മെഫെനസിൻ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പേരുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്റർനൻഷ്യൽ ന്യൂറോൺ ബ്ലോക്കിംഗ് ഏജന്റ് എന്നറിയപ്പെടുന്നുണ്ട് മെഫെനസിൻ. താഴെ തന്നിരിക്കുന്നതിൽ ഇതിന്റെ പേര് പറഞ്ഞിട്ട് ഏതാന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോ മെഫെനസിൻ ആണ് എന്നുള്ളത് ഓർക്കുക. ഇന്റർനൻഷ്യൽ ന്യൂറോൺ ബ്ലോക്കിംഗ് ഏജന്റ്സ്. കാരണം വേറൊന്നുമില്ല, അതിന്റെ പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത് സ്പൈനൽ ഇന്റർനൻഷ്യൽ ന്യൂറോൺസ് ആണ്. സോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇന്റർനൻഷ്യൽ ന്യൂറോൺ ബ്ലോക്കിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് ഓറലിയോ ഐവിയോ ആയിട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഓറലി എടുത്തു കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ സിവിയർ ആണ്. ഐവി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ത്രോംബോഫ്ലൈബൈറ്റിസും അതേപോലെ തന്നെ ഹൈപ്പോ ടെൻഷനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ്. സോ അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഓയിൻമെന്റ്സ് ആയിട്ടാണ് എടുക്കുക. ഓയിൻമെന്റ്സ് ആയിട്ടാണ് എടുക്കുക. കൗണ്ടർ ഇറിറ്റന്റ് ഓയിൻമെന്റ്സ് ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ റൂബിഫേഷ്യന്റ് എഫക്റ്റ് ആണ് വരുന്നത്. സോ അപ്പോൾ ദീസ് ആർ യൂസ്ഡ് ആസ് എ കൗണ്ടർ ഇറിറ്റന്റ് ഓയിൻമെന്റ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൗണ്ടർ ഇറിറ്റൻസി വഴി നമുക്ക് ആ ഒരു അനാൽജസിക് എഫക്റ്റ് തന്നുകൊണ്ട് ആക്ട് ചെയ്യുന്ന ഒരു മസിൽ റിലാക്സന്റ് ആണ് മെഫെനസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മെഫെനസിൻ കഞ്ചീനേഴ്സ് ആണ് നമുക്ക് ഡ്രഗ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ടാബും ഒക്കെ അവൈലബിൾ ആയിട്ട് വരുന്നത്. നമ്മൾ ഈ പറഞ്ഞ മെഫെനസിൻ എന്തായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഓറലായിട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല. സോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്ലാസിഫിക്കേഷനിൽ വരുമ്പോൾ മെഫെനസിൻ പഠിക്കേണ്ട കേസില്ല, പക്ഷെ ബാക്കി ഡ്രഗ്സ് അത് പഠിക്കാം. പേര് പഠിച്ച് തന്നെ വെക്കുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് കാരിസോപ്രഡോൾ. കാരിസോപ്രഡോളിന്റെ കേസ് വരുമ്പോഴത്തേക്കും മസിൽ റിലാക്സന്റ് ആണ്. കാരിസോപ്രഡോൾ CNS മസിൽ റിലാക്സന്റ് ആണ്. ടിഷ്യൂ ഇഞ്ചുറി, മസിൽ സ്പ്രെയിൻസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലോക്കൽ മസിൽ സ്പാസം, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കാരിസോപ്രഡോൾ. ദെൻ നെക്സ്റ്റ് വരുന്നത് ക്ലോസോക്സസോൺ. ക്ലോസോക്സസോണിന്റെ കേസ് വരുമ്പോൾ ബെറ്റർ ഓറൽ ടോളറൻസ് ഉള്ള ഡ്രഗ് ആണ് ക്ലോസോക്സസോൺ. ബെറ്റർ ഓറൽ ടോളറൻസും ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും. ഇനി ക്ലോർമെസനോൺ. ക്ലോർമെസനോൺ എന്ന് പറയുമ്പോൾ അത് സെൻട്രൽ മസിൽ റിലാക്സന്റ് തന്നെയാണ് വിത്ത് ആന്റി ആങ്സൈറ്റി ആൻഡ് ഹിപ്നോട്ടിക് ആക്ഷൻ. ഈ കാരിസോപ്രഡോളിന്റെ കേസ് വരുമ്പോൾ സെഡേറ്റീവ് എഫക്റ്റ് ഉള്ള ഡ്രഗ് ആണെന്നും കൂടിയിട്ടൊന്ന് ഓർക്കണേ. ക്ലോർമെസനോണിന്റെ കേസ് വരുമ്പോഴത്തേക്കും ആന്റി ആങ്സൈറ്റി ഹിപ്നോട്ടിക് എഫക്റ്റ് ഉള്ള ഡ്രഗ് ആണ് ക്ലോർമെസനോൺ. നെക്സ്റ്റ് വരുന്നത് ക്ലോർമെസനോൺ. ക്ലോർമെസനോണിന്റെ കേസ് പറഞ്ഞല്ലോ, ആന്റി ആങ്സൈറ്റി ഹിപ്നോട്ടിക് ആക്ഷൻ. ഇനി അടുത്തത് ലാസ്റ്റ് ഡ്രഗ് മെത്തോകാർബമോൾ. മെത്തോകാർബമോളിന്റെ കേസ് വരുമ്പോൾ ലെസ് സെഡേറ്റീവ് എഫക്റ്റ് ഉള്ള ഒരു ഡ്രഗ് ആണ് മെത്തോകാർബമോൾ. സോ റിഫ്ലക്സ് മസിൽ സ്പാസത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ IV ഇഞ്ചക്ഷൻ ഫോം നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. മറ്റേത് നേരത്തെ പറഞ്ഞതിലൊന്നും തന്നെ നമുക്ക് ഇഞ്ചക്ഷൻ ഫോം വരുന്നില്ല, കാരണം മേ ബി ഇത് തന്നെ ആയിരിക്കാം, നമുക്ക് ത്രോംബോഫ്ലബൈറ്റിസ് ഉണ്ടാക്കാം. പക്ഷെ മെത്തോകാർബമോളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ ഫോം വരുന്നുണ്ട്. IV ആയിട്ടോ IM ആയിട്ടോ യൂസ് ചെയ്യാം. അപ്പോൾ യൂസ് വരുന്നത് ഓർത്തോപീഡിക് പ്രൊസീജിയേഴ്സിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓർത്തോപീഡിക് പ്രൊസീജിയേഴ്സ് ആൻഡ് ടെറ്റനസ്. ടെറ്റനസിന്റെ കേസ് വരുമ്പോൾ നമുക്കറിയാം ഡയസിപ്പാം നമ്മൾ മസിൽ റിലാക്സന്റ് ആയിട്ട് പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ ദിവസം. അപ്പൊ അതാണ് ആക്ച്വലി ഡയസിപ്പാം ആണ് നമുക്ക് കോമൺലി വരുന്നത്. മെത്തോകാർബമോൾ ഇസ് എൻ ഓൾട്ടർനേറ്റീവ് ഡ്രഗ് ആണ്. ഓക്കെ, സോ അപ്പോ മെത്തോകാർബമോൾ അപ്പം നമുക്ക് ചിലപ്പോൾ തന്നിട്ട് ചിലപ്പോൾ ബോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം, ടെറ്റനസിന് യൂസ് ചെയ്യുന്ന മസിൽ റിലാക്സന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഡയസിപ്പാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡയസിപ്പാം തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ചോയ്സ് ഡ്രഗ് വരുന്നത്. ആൻഡ് മെത്തോകാർബമോൾ ഇസ് എൻ ഓൾട്ടർനേറ്റീവ് ഡ്രഗ് ആണ്. IV ആയിട്ടും IM ആയിട്ടും കൂടി എടുക്കാൻ പറ്റുന്ന മെഫെനസിൻ കഞ്ചീനർ ഏതെന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഏതാണ്? മെത്തോകാർബമോൾ ആണ്. ഓക്കെ, അപ്പൊ ചിലപ്പോ അല്ലെങ്കിൽ സെൻട്രൽ മസിൽ റിലാക്സന്റിൽ തന്നെ ബാക്കിയുള്ള 3 എണ്ണവും കൂടി തന്ന് മെത്തോകാർബമോളും ചോദിച്ചിട്ട് പാനൽ ഫോമിൽ എടുക്കാൻ പറ്റുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സോ മെത്തോകാർബമോൾ ഈസ് ഫൗണ്ട് ടു ബി ലെസ് സെഡേറ്റീവ് ആൻഡ് ലോങ്ങർ ആക്ടിംഗ് ദാൻ മെഫെനസിൻ. ദെൻ പിന്നെ നമ്മൾ റിഫ്ലക്സ് മസിൽ സ്പാസത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്രോണിക് ന്യൂറോളജിക്കൽ ഡിസീസസ് കണ്ടീഷൻസിലും ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇഞ്ചെക്ഷൻസ് ആയിട്ട് വരുമ്പോഴത്തേക്കും ടെറ്റനസിന്റെ കേസിലും ഓർത്തോപീഡിക് പ്രൊസീജിയേഴ്സിന്റെ കേസിലും ഇഞ്ചെക്ഷൻ ആയിട്ട് എടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ മെഫെനസിൻ കഞ്ചീനേഴ്സിന്റെ കേസ് വരുമ്പോൾ. അപ്പൊ ഈ ഡ്രഗ്സിന്റെ കേസ് ആകെ 1-2 പോയിന്റും കൂടിയിട്ട് അഡീഷണൽ പഠിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ മോസ്റ്റ്ലി നമുക്ക് മെഫെനസിൻ കഞ്ചീനേഴ്സിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും അതുപോലെ തന്നെ സെഡേഷനും ഒക്കെയാണ് യൂഷ്വൽ ആയിട്ട് വരുന്നത്. ഓക്കെ,
പിന്നെ സെൻട്രലി ആക്ടിങ് മസിൽ റിലാക്സൻസ് ആയതുകൊണ്ട് തന്നെ CNS ഡിപ്രഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ഈ ഒരു കൂട്ടം ഡ്രഗ്സ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, സെഡേറ്റീവ് എഫക്റ്റ് അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി അടുത്ത ഡ്രഗ് പറയുന്നത് ബെൻസോഡയസെപ്പിൻസിന്റെ ക്ലാസ് ആണ്. അപ്പൊ ബെൻസോഡയസെപ്പിൻസിന്റെ ക്ലാസ്സിൽ ഡയസിപ്പാം ഒക്കെ ഓൾറെഡി നമ്മൾ അവിടെ അപ്പുറത്ത് പറഞ്ഞ കേസാണ്. അതിന്റെ റിസപ്റ്റർ ഏതാണ്, ഇതെല്ലാം പഠിക്കുക. പിന്നെ ഇതിന് സെഡേറ്റീവ് എഫക്റ്റ് കുറവാണ് അല്ലെ. ഡയസിപ്പാമിന്റെ കേസിലേക്ക് വരുമ്പോൾ സെഡേറ്റീവ് എഫക്റ്റ് ഒക്കെ കുറവാണ്, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. ആൻഡ് റുമാറ്റിക് ഡിസോർഡേഴ്സിന്റെ കേസിൽ നമുക്ക് അനാൽജസിക്സുമായിട്ട് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് റുമാറ്റിക് ഡിസോർഡേഴ്സിൽ. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന് അനാൽജസിക് എഫക്റ്റ് അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ മസിൽ സ്പാസം കൊണ്ടുള്ള ആ ഒരു പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പൈൻഡ് വിത്ത് അനാൽജസിക്സ് ആയിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുക, റുമാറ്റിക് ഡിസോർഡേഴ്സിന്റെ കേസ് വരുമ്പോഴത്തേക്കും മസിൽ റിലാക്സന്റ് ആയിട്ട് ഡയസിപ്പാം ആക്ഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഡ്രഗ് ആണ് ബാക്ലോഫൻ. ബാക്ലോഫൻ എന്ന് പറയുന്നത് ഗാബ ബി അഗോണിസ്റ്റിക് ഡ്രഗ് ആണ്. ബെൻസോഡയസെപ്പിൻ എന്ന് പറയുമ്പോൾ എന്താണ്, എന്തിന്റെ അഗോണിസ്റ്റിക് ഡ്രഗ് ആണ്, ഗാബ എ ആണ്. അപ്പൊ ഡയസിപ്പാം നമുക്ക് ഗാബ എ അഗോണിസ്റ്റും ഗാബ ബി അഗോണിസ്റ്റ് എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ ഡയസിപ്പാം എടുത്ത് തരും. പെട്ടെന്ന് ഗാബ കണ്ടുകൊണ്ട് കയറി എഴുതരുത്. ഗാബ ബി അഗോണിസ്റ്റ് ആണ് ഏത്, ബാക്ലോഫൻ. ഓക്കെ, അപ്പൊ ബാക്ലോഫന്റെ ബി വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി. ഗാബ ബി ബി ബാക്ലോഫൻ എന്നുള്ള രീതിക്ക് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ദെൻ ലെസ് സെഡേറ്റീവ് ദാൻ ഡയസിപ്പാം ആണ് ബാക്ലോഫന്റെ കേസ് വരുമ്പോൾ. ഇറ്റ് ഈസ് ലെസ് സെഡേറ്റീവ് ദാൻ ഡയസിപ്പാം. ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ ഒക്കെ സ്പാസം റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് ബാക്ലോഫൻ. സിംറ്റമാറ്റിക് റിലീഫിന് വേണ്ടിയിട്ട് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് ബാക്ലോഫൻ. it is preferred drug for symptomatic relief in neurological disorder related spasm. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ സഡൻ വിഡ്രോയൽ, ക്രോണിക് യൂസ്, ബാക്ലോഫന്റെ ക്രോണിക് യൂസ് ഉണ്ട്. ആൻഡ് സഡൻ വിഡ്രോയൽ ഉണ്ടായി കഴിഞ്ഞാൽ ഹാലുസിനേഷൻസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കും ഈ ഡ്രഗ്. ഓക്കെ, സഡൻ വിഡ്രോയൽ ആഫ്റ്റർ ക്രോണിക് യൂസ് ക്യാൻ പ്രൊഡ്യൂസ് ഹാലുസിനേഷൻ, ടാക്കിക്കാർഡിയ, സീഷർ ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ്. നെക്സ്റ്റ് ഡ്രഗ് അത്രയേ ഉള്ളൂ ബാക്ലോഫൻ. അപ്പൊ ബാക്ലോഫനെ പറ്റി ഓർക്കാനുള്ളത് ഗാബ ബി അഗോണിസ്റ്റിക് ഡ്രഗ് ആണ്, ലെസ് സെഡേറ്റീവ് ദാൻ ഡയസിപ്പാം ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ന്യൂറോളജിക്കൽ സ്പാസം ഡിസോർഡേഴ്സ് റിലേറ്റഡ് സ്പാസത്തിന് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. ബട്ട് ക്രോണിക് യൂസ് കഴിഞ്ഞിട്ട് സഡൻ വിഡ്രോയൽ ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ലീഡ്സ് ടു CNS സൈഡ് എഫക്ട്സ് ലൈക്ക് ഹാലുസിനേഷനോ അതേപോലെ തന്നെ സീഷർ, ടാക്കിക്കാർഡിയ ഇതൊക്കെ ഉണ്ടാവാം എന്നുള്ളത് ഓർക്കുക. ദെൻ നെക്സ്റ്റ് തയോകോൾച്ചിക്കോസൈഡ്. തയോകോൾച്ചിക്കോസൈഡ് എന്ന് പറയുമ്പോൾ കെമിക്കലി റിലേറ്റഡ് ടു കോൾച്ചിസിൻ ആണ്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നമുക്ക് തന്നിട്ട് ചോദിക്കാം ഈ കെമിക്കലി നമുക്ക് റിലേറ്റഡ് വിത്ത് കോൾച്ചിസിൻ ആയിട്ടുള്ള മസിൽ റിലാക്സന്റ് ഏതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് അത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. കെമിക്കലി റിലേറ്റഡ് ടു കോൾച്ചിസിൻ ആണ് അത് കെമിക്കൽ സ്ട്രക്ചർ. ദെൻ അതിന്റെ ഒരു ആക്ഷൻ പറയുമ്പോഴത്തേക്കും ഗാബ മിമെറ്റിക്കും ഇതെല്ലാം തന്നിട്ടുണ്ട്. ഗാബ മിമെറ്റിക് ആൻഡ് ഗ്ലൈസിനർജിക് ഡ്രഗ് വിത്ത് അഡീഷണൽ അനാൽജസിക് എഫക്റ്റ് ആണ്. സോ അപ്പോൾ ഓൾറെഡി നമുക്ക് അഡീഷണൽ അനാൽജസിക് എഫക്റ്റും കൂടിയുള്ള ഡ്രഗ് ആണ് ഈ തയോകോൾച്ചിക്കോസൈഡിന്റെ കേസ് വരുമ്പോൾ. ഗാബ മിമെറ്റിക്കും ആണ്, അതുപോലെ തന്നെ ഗ്ലൈസിനർജിക് ഡ്രഗും ആണ്, വിത്ത് അഡീഷണൽ അനാൽജസിക് എഫക്റ്റ് ആണ് തയോകോൾച്ചിക്കോസൈഡ്. ഇനി നമ്മൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള മസിൽ സ്പാസത്തിന് NSAIDസുമായിട്ട് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന തയോകോൾച്ചിക്കോസൈഡ് അറിയാമല്ലോ. അപ്പോൾ അത് മസിൽ റിലാക്സന്റ് ആണ്. NSAIDസും കൂടി എടുത്തു കഴിഞ്ഞാൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള മസിൽ സ്പാസത്തിനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ സ്പ്രെയിന്, ബാക്ക് ഏക്ക് ഒക്കെ വരുമ്പോൾ സാധാരണ കാണുന്നതാണ് അല്ലെ തയോകോൾച്ചിക്കോസൈഡ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടിസാനിഡിൻ. ടിസാനിഡിന്റെ കേസ് വരുമ്പോൾ ക്ലോണിഡിൻ കൺജീനർ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് ടിസാനിഡിൻ എന്നുള്ളത് ഓർക്കുക. ക്ലോണിഡിൻ കൺജീനർ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും, എന്ത് റിസപ്റ്റർ അഗോണിസ്റ്റ് ആയിരിക്കും, ക്ലോണിഡിൻ കൺജീനർ. അപ്പോൾ α2 അഗോണിസ്റ്റ് ആണ് എന്നുള്ളത് ഓർക്കുക. സോ α2 സെൻട്രൽ α2 അഗോണിസ്റ്റ് ആണെന്നുള്ളത് ഓർക്കുക. പിന്നെ അതേപോലെ തന്നെ ഇൻഹിബിറ്ററി ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഗ്ലൈസിന്റെ റിലീസും അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മേ ഫെസിലിറ്റേറ്റ് ദ ഇൻഹിബിറ്ററി ട്രാൻസ്മിറ്റർ ഗ്ലൈസിൻ ഓൾസോ. ഫസ്റ്റ് പാസ് മെറ്റബോളിസം അണ്ടർഗോ ചെയ്യുന്ന ഒരു ഡ്രഗ് ആണെന്നുള്ളത് ഓർക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഇറ്റ് ഷുഡ് ബി അവോയ്ഡഡ് ഇൻ പേഷ്യൻസ് റിസീവിംഗ് ആന്റി ഹൈപ്പർടെൻസീവ്സ് ലൈക്ക് ക്ലോണിഡിൻ. ഓക്കെ, സോ അപ്പോൾ ടിസാനിഡിന്റെ കേസ് വരുമ്പോൾ അത്രയും പോയിന്റ്സ് ആണ് ഓർക്കാനുണ്ടായിരുന്നത്. ടിസാനിഡിന്റെ കേസ് വരുമ്പോഴത്തേക്കും ക്ലോണിഡിൻ കൺജീനർ ആണെന്നുള്ളത് ഓർക്കുക. പിന്നെ അതിന് CVS സൈഡ് എഫക്ട്സ് കുറവാണ് ടിസാനിഡിന്റെ കേസ് വരുമ്പോൾ, ക്ലോണിഡിൻ കൺജീനർ. സോ അപ്പൊ അതുകൊണ്ട് തന്നെ α2 അഗോണിസ്റ്റിക് ഡ്രഗ്സ്. ആൻഡ്
It also facilitate inhibitory neurotransmitter glycine. Then oral absorption is there, but it undergoes first pass metabolism. Then ഇത്രയൊക്കെ ആയിരുന്നു അതിന്റെ കേസ്. പിന്നെ ഈ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് എടുക്കുന്ന പേഷ്യൻസിന് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, സോ അപ്പോ ഇത്രയായിരുന്നു അതിലുണ്ടായിരുന്നത്. പിന്നെ മസിൽ സ്പാസമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഓവർ സ്ട്രെച്ച് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് മെഫനിസിൻ ലൈക്ക് ഇത് അല്ലെങ്കിൽ ബെൻസോഡൈസെപ്പിൻ മസിൽ സ്പാസത്തിന് വേണ്ടിയിട്ട്, അക്യൂട്ട് മസിൽ സ്പാസത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഓർക്കാനുള്ള ഒരു കണ്ടീഷൻ ടെറ്റനസിന്റെ കേസ് ഓർക്കുക, ഡയസിപ്പാം അല്ലെങ്കിൽ മെത്തോകാർബമോളിന്റെ കേസ്, ഐവിയുടെ കേസ് ഓർക്കുക. ഓർത്തോപീഡിക് മാനിപ്പുലേഷൻസിന്റെ കേസ് വരുമ്പോഴും ഡയസിപ്പാം അല്ലെങ്കിൽ മെത്തോകാർബമോള് ഗിവൺ IV ആണ് ഓർത്തോപീഡിക് മാനിപ്പുലേഷൻസ്. സോ അപ്പോൾ അത്രയായിരുന്നു അതിന്റെ കേസിലുള്ളത്. സെൻട്രലി മസിൽ ആക്ടിങ് റിലാക്സൻസ് മെയിൻ ആയിട്ട് ആ ഒരു ചാർട്ട് പഠിച്ചു വെക്കുക, അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. പ്ലസ് ഇപ്പൊ അഡീഷണൽ ആയിട്ട് 1-2 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, അതും കൂടിയിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, ആന്റിബയോട്ടിക്സിന്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിബയോട്ടിക്സിൽ നമുക്ക് ആന്റി മൈക്രോബിയൽ ഏജന്റ്സിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം അല്ലെ. അപ്പോൾ അതിന്റെ ക്ലാസിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് അറിയാം. ബീറ്റലാക്ടത്തിന് വരുന്നത്, ടെട്രാസൈക്ലിൻസിന് വരുന്നത്, ക്വിനോളോൺസിന് വരുന്നത്, അത് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെല്ലാം ആ ഒരു കാറ്റഗറി ഡ്രഗ്സ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ആന്റിബയോട്ടിക്സിൽ ഏറ്റവും ഇതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. കാരണം സ്ഥിരം നമുക്ക് ചോദിച്ച് കാണാറുള്ളതാണ്. ആന്റിബയോട്ടിക്സിന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ആദ്യം തന്നെ തറവായിട്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഡ്രഗ്സ്, അത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് അപ്പൊ ആന്റിബയോട്ടിക്സിന്റെ കെമിസ്ട്രിയും കോളജിയും കൂടിയിട്ടാണ് ഇനി അടുത്തത്. അപ്പൊ അതില് ഓരോ ആന്റിബയോട്ടിക്സിന്റെ കേസിലുള്ളതും നോക്കാം. പിന്നെ ആന്റി മൈക്രോബിയൽസിൽ നമ്മൾ ആന്റി ബാക്ടീരിയൽസ് ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതില് ബിഫോർ മൂവിങ് ഓൺ ടു ദാറ്റ്, സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി വെച്ചിട്ട് ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് തന്നിട്ടില്ല, അങ്ങനെ തന്നിട്ടില്ല, അതൊന്ന് എഴുതി വെച്ചോ. സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി വെച്ചിട്ട് വരുമ്പോൾ നാരോ സ്പെക്ട്രം ഡ്രഗ്സ് വരുന്നത് പെൻസിലിൻ ജി, സ്ട്രെപ്റ്റോമൈസിൻ, എറിത്രോമൈസിൻ. ഓക്കെ, സോ അപ്പോൾ പെൻസിലിൻ ജി, സ്ട്രെപ്റ്റോമൈസിൻ, എറിത്രോമൈസിൻ ഒക്കെ നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണ്. ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്കിൽ യൂഷ്വലി വരുന്ന എക്സാമ്പിൾ ആണ് നമ്മുടെ ടെട്രാസൈക്ലിൻസും ക്ലോറാംഫെനിക്കോളും. മെയിൻലി വരുന്ന 2 എക്സാമ്പിൾസ് ആണ് ടെട്രാസൈക്ലിൻസും ക്ലോറാംഫെനിക്കോളും. ഓക്കെ, ഇനി അടുത്തത് ബാക്ടീരിയോസ്റ്റാറ്റിക്കും ബാക്ടീരിയസിഡലും ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. ബാക്ടീരിയോസ്റ്റാറ്റിക് ഡ്രഗിൽ വരുന്നതാണ്. അപ്പൊ അതിൽ തന്നെ ചില ഡ്രഗ്സ് നമുക്ക് ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകുമ്പോൾ സിഡൽ ആക്ഷൻ കാണിക്കും, ലോ കോൺസെൻട്രേഷനിലായിരിക്കും സ്റ്റാറ്റിക് ആക്ഷൻ കാണിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ എറിത്രോമൈസിൻ ഒക്കെ അത് ലോ കോൺസെൻട്രേഷനിൽ സ്റ്റാറ്റിക്കും ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകുമ്പോൾ സിഡലും ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഡ്രഗ്സ് വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് കോമൺ ആയിട്ട് സ്റ്റാറ്റിക്കിലും സിഡലിലും വരുന്ന എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം. ചോദിക്കാറുണ്ട് ബാക്ടീരിയ സിഡലും സ്റ്റാറ്റിക്കും അറിയാലോ. സിഡൽ എന്ന് പറയുമ്പോൾ കില്ല് ചെയ്യും അല്ലെ, സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ജസ്റ്റ് പ്രിവെന്റ് ചെയ്യും. അപ്പോൾ പ്രൈമർലി ബാക്ടീരിയോ സ്റ്റാറ്റിക്കിന് എക്സാമ്പിൾസ് ആണ് സൾഫണമൈഡ്സ്, ടെട്രാസൈക്ലിൻസ്, ക്ലോറാംഫെനിക്കോൾ. സ്റ്റാറ്റിക് ആണ് സൾഫണമൈഡ്സ്, ടെട്രാസൈക്ലിൻസ്, ക്ലോറാംഫെനിക്കോൾ, എറിത്രോമൈസിൻ, ക്ലിൻഡാമൈസിൻ, ലിനസൊളൈഡ്, ഇഥാംബ്യൂട്ടോൾ. സൾഫണമൈഡ്സ്, ടെട്രാസൈക്ലിൻസ്, ക്ലോറാംഫെനിക്കോൾ, എറിത്രോമൈസിൻ, ക്ലിൻഡാമൈസിൻ, ലിനസൊളൈഡ്, ഇഥാംബ്യൂട്ടോൾ, ഇതെല്ലാം സ്റ്റാറ്റിക് എഫക്റ്റ് ഉള്ള ഡ്രഗ് ആന്റിബയോട്ടിക്സ് ആണെന്നുള്ളത് ഓർക്കുക. ഇനി അടുത്തത് ബാക്ടീരിയസിഡൽ ആണ്. ബാക്ടീരിയസിഡലിന്റെ കേസ് വരുമ്പോൾ പെൻസിലിൻസ്, അമിനോഗ്ലൈക്കോസൈഡ്സ്, സെഫാലോസ്പോറിൻസ്, വാങ്കോമൈസിൻ, ഫ്ലൂറോക്വിനോളോൺസ്, കോട്രൈമോക്സസോൾ, പോളിപെപ്റ്റൈഡ്സ്. ഇനി ഇതിൽ തന്നെ നമുക്ക് ആന്റി TB ഡ്രഗ്സ് ആയിട്ടുള്ള റിഫാംബസിൻ വരുന്നുണ്ട്, ഐസോനിയാസിഡ് വരുന്നുണ്ട്. റിഫാംബസിൻ, ഐസോനിയാസിഡ്, പൈറാസിനമൈഡ്. നമ്മൾ ഇഥാംബ്യൂട്ടോൾ സ്റ്റാറ്റിക് പറഞ്ഞില്ലേ അപ്പുറത്ത്. അപ്പോൾ നമുക്കറിയാം സിഡലിലാണ് ഇപ്പുറത്ത് ഇതൊക്കെ വരുന്നതെന്നുള്ളത് അതറിയാം. പിന്നെ അതുപോലെ തന്നെ മെട്രനിഡാസോളും വരുന്നുണ്ട്. മെട്രനിഡാസോൾ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ആന്റി ബാക്ടീരിയൽ എഫക്റ്റ് കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ മെട്രനിഡാസോളും നമുക്ക് സിഡൽ ആക്ടിവിറ്റിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു കാര്യം ചെയ്താൽ മതി. ഒരു ക്ലൂ ഉണ്ട്, വേണമെന്നുള്ളവർക്ക് എഴുതി വെക്കാം. പെനിസിലിൻസ് ആൻഡ് സെഫാലോസ്പോറിൻസ് ആർ വെരി സിഡൽ ഫോർ റിയൽ മൈക്രോബ്സ്. ഈ ഒരു സെന്റൻസ് ഓർത്ത് വെച്ചാൽ നമ്മൾ ബാക്ടീരിയസിഡൽ ആണ് പറയുന്നത്. അപ്പോൾ പെൻസിലിൻസ് ആൻഡ് സെഫാലോസ്പോറിൻസ് ആർ വെരി സിഡൽ ഫോർ റിയൽ മൈക്രോബ്സ് എന്നുള്ളത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെൻസിലിൻസ് അറിയാം, പെൻസിലിൻസ്, ആൻഡിന്റെ അത് വെച്ചിട്ട് അമിനോഗ്ലൈക്കോസൈഡ്സ് ഓർക്കാം, വെച്ചിട്ട് അമിനോഗ്ലൈക്കോസൈഡ്സ് ഓർക്കാം.
ആൻഡ് സെഫാലോസ്പോറിൻസ് വരുമ്പം സെഫാലോസ്പോറിൻസ്. അപ്പോൾ 3 കാറ്റഗറി കിട്ടിയില്ലേ? പെൻസിലിൻസും അതേപോലെ തന്നെ അമിനോ ഗ്ലൈക്കോസൈഡ്സും സെഫാലോസ്പോറിൻസും. അതൊന്നുകിൽ ആൻഡിലെ എയിൽ എഴുതാം, അല്ലെങ്കിൽ ആറിന്റെ എയിൽ എഴുതാം. അത് രണ്ടും വരുമ്പോൾ നമുക്ക് ആ 3 കാറ്റഗറീസും ഓർക്കാൻ പറ്റും. ഇനി വെരി എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് വെരി എന്നുള്ളത് വെച്ചിട്ട് വീട് വാങ്കോമൈസിൻ ഓർക്കാം. വെരി എന്നുള്ളതിന്റെ വീട് വെച്ചിട്ട് വാങ്കോമൈസിൻ ഓർക്കാം. വെരി സിഡൽ ആ സിയില് നമുക്ക് കോട്രിമോക്സസോൾ ഓർക്കാം. കോട്രൈമോക്സസോള് സിഡലിന്റെ അവിടെ കോട്രൈമോക്സസോൾ ഓർക്കുക. വെരി സിഡൽ 4ന്റെ എഫ് വെച്ചിട്ട് ഫ്ലൂറോക്വിനോളോൺസ് ഓർക്കാം. വെരി സിഡൽ 4 റിയൽ മൈക്രോബ്സ്. റിയലിന്റെ അവിടെ എഴുതുക. ന്റെ അവിടെ റിഫാംബസിൻ ഉണ്ട്, ഐസോനിയാസിഡും ഉണ്ട്, പാരാസിനമൈഡും ഉണ്ട് എന്നുള്ളത് ഓർക്കുക. അത് ഓൾറെഡി നമ്മൾ ആന്റി ടി ബിയിൽ പഠിക്കുന്നത് കൊണ്ട് അത് ഓർത്തില്ലേലും പ്രശ്നമില്ല. പിന്നെ എമ്മിന്റെ അവിടെ നമുക്ക് മൈക്രോബ്സിന്റെ എം, മെട്രാനിഡാസോൾ, പിന്നെ പോളിപെപ്റ്റൈഡ്സ് കൂടി ഉണ്ട്, അതും കൂടിയിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ഒരുവിധം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇത് ട്രിക്ക് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പഠിക്കുന്നത് സിഡലാണ്. അപ്പോൾ അവിടെ നമുക്ക് പെൻസിലിൻസ് ആൻഡ് സെഫലോസ്പോറിൻസ് ആർ വെരി സിഡൽ ഫോർ റിയൽ മൈക്രോബ്സ് എന്നുള്ള ഒരു സെന്റൻസ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് സിഡലിൽ വരുന്ന എല്ലാവരെയും ആ ഒരു കാറ്റഗറിയിൽ ഓർക്കാം. അത് പറയാൻ കാരണം ഈ സൾഫണമൈഡ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂഷൻ വരും, സിഡലിലാണോ സ്റ്റാറ്റിക്കിലാണോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു രീതിക്ക് നമുക്കത് ഈ ഒരു ക്ലൂ പെട്ടെന്ന് ഓർക്കാൻ പറ്റും. അപ്പൊ ബാക്കിയുള്ള സൾഫണമൈഡ്സ്, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻസ് ഇതെല്ലാം വരുന്നത് സ്റ്റാറ്റിക് ആണെന്നുള്ളതും കൂടിയിട്ട് ഓർക്കാം. ഓക്കെ, ഇനി വേറൊരു നമുക്ക് സോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്സ് എന്നും ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫഞ്ചൈന്ന് എടുക്കുന്ന ആന്റിബയോട്ടിക് ഏതാണ്, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഫഞ്ചൈന്ന് എടുക്കുന്നതിന് സോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്സിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി നോട്ട് ചെയ്ത് വെക്കാം. സോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്സില് ഫഞ്ചൈന്ന് സോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്സ്, നമുക്ക് ആന്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ അറിയാം മൈക്രോബ്സിൽ നിന്നിട്ടായിരിക്കും സിന്തസിസിന്റെ വരുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ നാച്ചുറൽ സോഴ്സ് ഏതൊക്കെയാണെന്ന്, ഒന്ന് ഫഞ്ചൈന്ന് ഡിറൈവ് ചെയ്തെടുത്തതാണ് പെൻസിലിൻ, സെഫലോസ്പോറിൻ, ഗ്രിസിയോഫൾവിൻ. ഇതൊക്കെ നമുക്ക് എന്താണ്, ഫഞ്ചൈ ആണ് അതിന്റെ സോഴ്സ് ഓഫ് ആന്റിബയോട്ടിക് ആയിട്ട് വരുന്നത്. പെൻസിലിൻ ഇതെല്ലാം അകത്ത് തന്നിട്ടുണ്ട്, എന്നിരുന്നാലും ഒന്നുകൂടി ഒന്ന് പറയുന്നേ ഉള്ളൂ ഒരുമിച്ച്. ഓക്കെ, ഫഞ്ചൈ, പെൻസിലിൻ, സെഫലോസ്പോറിൻ, ഗ്രിസിയോഫൾവിൻ. ഇനി ബാക്ടീരിയൽ സോഴ്സ് ആണ് കോളിസ്റ്റീൻ, പോളിമിക്സിൻ ബി, ബാസിട്രസിൻ, പോളിമിക്സിൻ ബി, ആസ്ട്രിയോണാം. ഇതെല്ലാം ബാക്ടീരിയൽ സോഴ്സ് ഓഫ് ആന്റിബയോട്ടിക് ആണ്. ഇനി ആക്ടിനോമൈസീഡ്സിൽ നിന്നിട്ട് ഡിറൈവ് ചെയ്ത ആന്റിബയോട്ടിക്സ് ആണ് ആക്ടിനോമൈസീഡ്സ്. അതിൽ നിന്ന് വരുന്നതാണ് ആമിനോ ഗ്ലൈക്കോസൈഡ്സ്, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻസ്. മാക്രോലൈഡ്സ് തന്നെ എറിത്രോമൈസിൻ, സ്ട്രെപ്റ്റോമൈസിസ്, എറിത്രീസിൽ നിന്നിട്ടാണ് എടുക്കുന്നത്. ദെൻ പോളിഇൻസിൽ വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാ? നിസ്റ്റാറ്റിൻ, ഹാമൈസിൻ ഒക്കെയാണ് നമുക്ക് പോളിഇൻസിൽ വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ആക്ടിനോമൈസീഡ്സിന്റെ കേസ് വരുമ്പോഴത്തേക്കും അമിനോ ഗ്ലൈക്കോസൈഡ്സ്, ടെട്രാസൈക്ലിൻസ്, ക്ലോറാംഫെനിക്കോൾ, മാക്രോലൈറ്റ്സ് ആസ് വെൽ ആസ് പോളിയിൻസ്. അപ്പൊ ഈ ഒരു സോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്സ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഹൈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗ്സിന് ജനറൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒന്ന് എഴുതി വെച്ചു. ഹൈ തെറാപ്യൂട്ടിക് ഇൻഡെക്സിൽ വരുമ്പോഴത്തേക്കും പെൻസിലിൻസ് ആൻഡ് സം സെഫലോസ്പോറിൻസ്, എറിത്രോമൈസിൻ, ഇതൊക്കെ ഹൈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള കോമൺ ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. പെൻസിലിൻസ്, സം സെഫലോസ്പോറിൻസ്, എറിത്രോമൈസിൻ. ഇനി ലോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഡ്രഗ്സ് ആണ് അമിനോ ഗ്ലൈക്കോസൈഡ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് നമ്മുടെ 8th ക്രേനിയൽ നെർവിന്റെ ഡാമേജ് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് മോണിറ്ററിങ് എസെൻഷ്യൽ ആണ്. അമിനോ ഗ്ലൈക്കോസൈഡ്സ് ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ കിഡ്നി ടോക്സിസിറ്റി. എന്തായിരുന്നു 3 നെഗറ്റീവ്സ് ആയിട്ട് ഓർക്കാനുള്ളത്? ന്യൂറോമസ്കുലർ ബ്ലോക്കേഡ് പാരാലിസിസ്. സോ അപ്പോൾ അമിനോ ഗ്ലൈക്കോസൈഡ്സിന്റെ കേസ്. പിന്നെ അടുത്തത് ടെട്രാസൈക്ലിൻസ്, ലോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഡ്രഗ്സ് ആണ്. അമിനോ ഗ്ലൈക്കോസൈഡ്സ്, ടെട്രാസൈക്ലിൻസ്, വാങ്കോമൈസിൻ, ക്ലോറാംഫെനിക്കോൾ. അപ്പൊ ഇതില് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് വരുന്നുണ്ട്. അമിനോ ഗ്ലൈക്കോസൈഡ്സിന്റെ 3 സൈഡ് എഫക്ട്സ് ഓർക്കുക. ടെട്രാസൈക്ലിൻസിന്റെ കേസ് വരുമ്പോഴും ലിവർ ഡാമേജ്, കിഡ്നി ഡാമേജ് ആസ് വെൽ ആസ് ആന്റി ആനബോളിക് എഫക്ട്. ടെട്രാസൈക്ലിൻസിന്റെ കേസ് വരുമ്പോൾ ലിവർ ഡാമേജ്, കിഡ്നി ഡാമേജ്, ആന്റി ആനബോളിക് എഫക്ട്. വാങ്കോമൈസിന്റെ കേസ് വരുമ്പോൾ ഹിയറിംഗ് ലോസും കിഡ്നി ഡാമേജും. ക്ലോറാംഫെനിക്കോള് ബോൺ മാരോ ടോക്സിസിറ്റി, ബോൺ മാരോ ഡിപ്രഷൻ. സോ അപ്പോൾ
ഇത് ലോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഡ്രഗ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ടോക്സിക് എഫക്ട്സ് ഉണ്ടാവാം. അപ്പൊ പ്രധാനമായിട്ട് ഉണ്ടാവുന്ന ടോക്സിക് എഫക്ട്സും ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ അമിനോഗ്ലൈക്കോസൈഡ്സ്, 8th ക്രേനിയൽ നെർവ് ഡാമേജ്, അതേപോലെ തന്നെ കിഡ്നി ടോക്സിസിറ്റി, ദെൻ ടെട്രാസൈക്ലിൻസിന്റെ കേസ് വരുമ്പോഴത്തേക്കും ലിവറും കിഡ്നി ലിവർ ഡാമേജ്, കിഡ്നി ഡാമേജ് ആസ് വെൽ ആസ് ആന്റി ആനബോളിക് എഫക്ട്. പിന്നെ വാങ്കോമൈസിന്റെ കേസ് വരുമ്പോഴത്തേക്കും ഹിയറിംഗ് ലോസും കിഡ്നി ടോക്സിസിറ്റി. ദെൻ ക്ലോറാംഫെനിക്കോളിന്റെ കേസ് വരുമ്പോൾ ബോൺ മാരോ ഡിപ്രഷൻ. ഇനി വെരി ലോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള 2 ഡ്രഗ് ആണ് പോളിമിക്സിൻ ബിയും ആംഫോടെറിസിൻ ബിയും. വെരി ലോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള 2 ഡ്രഗ്സ് ആണ് പോളിമിക്സിൻ ബിയും ആംഫോടെറിസിൻ ബിയും. വെരി ലോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള 2 ഡ്രഗ്സ് ആണ് പോളിമിക്സിൻ ബി, ആംഫോടെറിസിൻ ബി. പോളിമിക്സിൻ ബി അതിന്റെ സൈഡ് എഫക്ട് അല്ലെങ്കിൽ ടോക്സിക് എഫക്ട് എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ ടോക്സിസിറ്റിയും റീനൽ ടോക്സിസിറ്റിയും ആണ്. പോളിമിക്സിൻ ബി ന്യൂറോളജിക്കൽ ടോക്സിസിറ്റിയും റീനൽ ടോക്സിസിറ്റിയും. ആംഫോടെറിസിൻ ബി കിഡ്നി ഡാമേജ്, ന്യൂറോളജിക്കൽ ടോക്സിസിറ്റി, ബോൺ മാരോ ഡിപ്രഷൻ. റീനല്, ന്യൂറോളജിക്കല്, ബോൺ മാരോ ഡിപ്രഷൻ. ഇതാണ് ആംഫോടെറിസിൻ ബി. നെക്സ്റ്റ് നമുക്ക് സൂപ്പർ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് അറിയാലോ. സൂപ്പർ ഇൻഫെക്ഷൻ അഥവാ സുപ്ര ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ആന്റിമൈക്രോബിയൽ തെറാപ്പി എടുക്കുമ്പോൾ വേറൊരു ഇൻഫെക്ഷൻ, കാരണം നമുക്ക് നല്ല മൈക്രോബ്സും കൂടിയിട്ട് നഷ്ടപ്പെടുകയും വേറൊരു ഇൻഫെക്ഷനിലുള്ള ചാൻസ് ഉണ്ടാവുകയും കൂടി ചെയ്യുന്നതാണ് എന്ത് സൂപ്പർ ഇൻഫെക്ഷൻ അഥവാ സുപ്ര ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ആന്റിമൈക്രോബിയൽസിന്റെ യൂസേജ് കാരണം നമുക്ക് നഷ്ടപ്പെടുന്ന 2 ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻസ് ഉണ്ടല്ലേ നമ്മുടെ ബോഡിയിൽ. ഒന്ന് വൈറ്റമിൻ കെയും മറ്റൊന്ന് വൈറ്റമിൻ ബി കോംപ്ലക്സും അല്ലേ, നമ്മുടെ ഇൻഡസ്റ്റൈനൽ ഫ്ലോറയിൽ ഉള്ളതല്ലേ. അപ്പൊ അത് നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ പ്രൊലോങ്ഡ് യൂസ് ഓഫ് ആന്റിമൈക്രോബിയൽസ് എന്ത് ചെയ്യാം, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാക്കാം. എന്തിന്റെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാക്കാം? വൈറ്റമിൻ കെ ആസ് വെൽ ആസ് വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കാം. ഈ സൂപ്പർ ഇൻഫെക്ഷൻസ് പറഞ്ഞില്ലേ, അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ ക്ലോസ്ട്രീഡിയം ഡെഫിസിലിന്റെ കേസ് പറഞ്ഞിട്ടില്ലേ. നമ്മൾ ക്ലിൻഡാമൈസിൻ, ടെട്രാസൈക്ലിൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് സ്യൂഡോമെംബ്രേനിയസ് കൊളൈറ്റിസിന്റെ കേസ് പറഞ്ഞില്ലേ. അതിന്റെ ട്രീറ്റ്മെന്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ഏതൊക്കെയായിരുന്നു? സ്യൂഡോമെംബ്രേനിയസ് കൊളൈറ്റിസിന്റെ 2 ഡ്രഗ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. വാങ്കോമൈസിനും മെട്രോനിഡാസോളും അല്ലെ. അപ്പോ ഇത് എന്തുകൊണ്ട് ഉണ്ടാവാം? ബൈ ദ യൂസ് ഓഫ് ക്ലിൻഡാമൈസിൻ, ടെട്രാസൈക്ലിൻസ്, അമിനോഗ്ലൈക്കോസൈഡ്സ്, ആംപിസിലിൻ, ഇതെല്ലാം തന്നെ നമുക്ക് ഈ സ്യൂഡോമെംബ്രേനിയസ് കൊളൈറ്റിസ് ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ആണ്. അതിന്റെ അതും ചിലപ്പോ തെറ്റിച്ച് തരാം കേട്ടോ. ആദ്യം ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ചോദിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഡ്രഗ് ഓഫ് ട്രീറ്റ്മെന്റ് ഓപ്ഷനിൽ തരാം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതൊക്കെ സ്യൂഡോമെംബ്രേനിയസ് കൊളൈറ്റിസ് ഒക്കെ കണ്ട ഉടനെ ചാടിക്കേറി എഴുതരുത്. കോസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് ആൻസർ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോ അത് ഓർക്കുക. ക്ലോസ്ട്രീഡിയം ഡെഫിസില് അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സൂപ്പർ ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ളത്. ക്ലോസ്ട്രീഡിയം ഡെഫിസില്, സ്യൂഡോമെംബ്രേനിയസ് എൻട്രോകൊളൈറ്റിസ് മോസ്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ദ യൂസ് ഓഫ് ക്ലിൻഡാമൈസിൻ, ടെട്രാസൈക്ലിൻസ്, അമിനോഗ്ലൈക്കോസൈഡ്സ്, ആംപിസിലിൻ എക്സെട്ര. ആൻഡ് സോ അപ്പോൾ അതിന്റെ കേസ് നമുക്ക് ഡ്രഗ് ഓഫ് ചോയ്സ് ട്രീറ്റ്മെന്റിന് വരുന്നത് മെട്രോനിഡാസോളും വാങ്കും. ചിലപ്പോൾ വൈവയ്ക്കും ഒക്കെ ചോദിക്കാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. സൂപ്പർ ഇൻഫെക്ഷൻ ഒരു എക്സാമ്പിൾ പറയാമോ എന്നൊക്കെ ചോദിക്കാം. ഗ്രേ ബേബി സിൻഡ്രോം ഏത് ഡ്രഗുമായിട്ട് റിലേറ്റഡ് ആണ്? ക്ലോറാംഫെനിക്കോൾ. ഓക്കെ, പിന്നെ ടെട്രാസൈക്ലിൻസിന്റെ കേസ് വരുമ്പോൾ എന്തുകൊണ്ടാണ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ബിലോ ദ ഏജ് ഓഫ് 6 years? ടീത്തിലും ബോണിലും ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ. ക്യാൻ ലീഡ് ടു ഡിസ്കളറേഷൻ ആസ് വെൽ ആസ് വീക്കനിങ്. ഇനി എൽഡർലി പേഷ്യൻസിന് നമുക്ക് അമിനോഗ്ലൈക്കോസൈഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു മെയിൻ പ്രശ്നമാണ് ഹാഫ് ലൈഫ് പ്രൊലോങ്ഡ് ആയിരിക്കും എൽഡർലി പേഷ്യൻസിന്റെ കേസിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ 8th ക്രേനിയൽ നെർവ് ഡാമേജ് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട് നമ്മൾ എൽഡർലി പേഷ്യൻസിന്റെ കേസിൽ അമിനോഗ്ലൈക്കോസൈഡ് ഡ്രഗ്സ് എടുക്കുമ്പോൾ. ദ ഹാഫ് ലൈഫ് ഓഫ് അമിനോഗ്ലൈക്കോസൈഡ്സ് ഇസ് പ്രൊലോങ്ഡ് ഇൻ ദ elderly patients and they are prone to develop 8th cranial nerve damage. Okay. ഇനി ന്യൂബോൺസിൽ സൾഫണമൈഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന കണ്ടീഷൻ, സൾഫണമൈഡ്സ് ന്യൂബോൺസ് അല്ലെങ്കിൽ നിയോണൈറ്റ്സില് ബിലിറുബിന്റെ ഡെപ്പോസിഷൻ കാരണമാണ് ഉണ്ടാവുന്നത്. ടോണിക് കേസ് ഓർക്കുക. ഓക്കെ, ഇനി presence of pus and secretions decreases the efficacy of some antibiotics like sulfonamides as well as aminoglycosides. Presence of pus and secretions decreases the efficacy of antibiotics like sulfonamides and aminoglycosides.
പസ് ഉള്ള കേസസിൽ നമുക്ക് എഫക്റ്റീവ് ആകാത്ത 2 ആന്റിബയോട്ടിക്സ് അതിൽ വരുന്നതാണ് സൾഫണമൈഡ്സും അമിനോഗ്ലൈക്കോസൈഡ്സും. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് നമുക്ക് ഡ്രഗ്സ് ടു ബി അവോയ്ഡഡ് ഇൻ ദ കേസ് ഓഫ് റീനൽ ഫെയിലിയർ കണ്ടീഷൻ ആണ്. ഡ്രഗ്സ് ടു ബി അവോയ്ഡഡ് ഇൻ ദ കേസ് ഓഫ് റീനൽ ഫെയിലിയർ കണ്ടീഷൻ. ടെട്രാസൈക്ലിൻസ് നമുക്ക് റീനൽ ഫെയിലിയർ കണ്ടീഷനിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. എക്സെപ്റ്റ് ഒരു ഡ്രഗ് ഏതായിരുന്നു യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഡോക്സിസൈക്ലിൻ. ഓക്കെ, സോ റീനൽ ഫെയിലിയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം ഡോക്സിസൈക്ലിൻ. ടെട്രാസൈക്ലിൻസ് കംപ്ലീറ്റ്ലി അവോയ്ഡഡ് എക്സെപ്റ്റ് ഡോക്സിസൈക്ലിൻ. അതുപോലെ തന്നെ നൈട്രോഫ്യൂറൻഡോയിൻ, നലിഡിക്സിക് ആസിഡ് ഇതൊന്നും തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട ഡ്രഗ്സ് ആണ്. ബാക്കിയുള്ളത് നമുക്ക് ഡോസ് റെഡ്യൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ടതാണ് ടെട്രാസൈക്ലിൻസ്, അതേപോലെ തന്നെ നലിഡിക്സിക് ആസിഡ്, നൈട്രോഫ്യൂറൻഡോയിൻ. അതേപോലെ തന്നെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ടത് ലിവർ ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴുള്ളതും ഓർക്കുക. ലിവർ ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ പൈറാസിനമൈഡ്, എറിത്രോമൈസിൻ എസ്റ്റോളേറ്റ്, ടെട്രാസൈക്ലിൻസ്, നലിഡിക്സിക് ആസിഡ് ഇതൊക്കെ കൂടിയിട്ടൊന്ന് നോക്കുക കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വരുന്നത് സിഫിലിസിന്റെ നമ്മുടെ ഡ്രഗ് ഓഫ് ചോയ്സ് ഏതായിരുന്നു? സിഫിലിസിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് പെൻസിലിൻ. ഓക്കെ, പെൻസിലിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. പക്ഷേ അലർജിക് ടു പെൻസിലിൻ ആയിട്ടുള്ള പേഷ്യൻസിനാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നത് ടെട്രാസൈക്ലിൻ ആണ്. ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ സിഫിലിസ് ഇൻ എ പേഷ്യന്റ് അലർജിക് ടു പെൻസിലിൻസ് ടെട്രാസൈക്ലിൻ. പിന്നെ പെൻസിലിൻസ്, സെഫാലോസ്പോറിൻസ്, എറിത്രോമൈസിൻസ് ആർ ഓൾ സേഫ് ഇൻ pregnancy. Penicillins, most of the cephalosporins, erythromycin, all these are found to be safe in pregnancy. Tetracyclines contraindicated ആണ്, അറിയാലോ. acute yellow atrophy of the liver, pancreatitis. അത് അമ്മയിൽ എന്തുണ്ടാക്കുന്നു? അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഓപ്ഷൻസ് തന്നിട്ട് അതില് ടീത്ത് ആൻഡ് ബോൺ ഡിഫോമിറ്റീസ് ഇൻ മദർ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഓപ്ഷൻ. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എഴുതി വെച്ചു. അപ്പൊ അതും ഈ ടീത്ത് ഡിഫോമിറ്റി ഒന്നും കണ്ടപാടെ ചാടിക്കേറി എഴുതിയത് ഫുള്ള് വായിച്ചിട്ട് എഴുതാവുള്ളൂ കേട്ടോ. അത് ടെട്രാസൈക്ലിൻസ് അമ്മയിൽ എന്തുണ്ടാക്കും, കുഞ്ഞിൽ എന്തുണ്ടാക്കും എന്നും കൂടി എഴുതിക്കുള്ളൂ. ടെട്രാസൈക്ലിൻസ് ആർ കോൺട്രാഇൻഡിക്കേറ്റഡ്. they cause acute yellow atrophy of liver, pancreatitis and kidney damage in mother. അമ്മയിൽ ഇതൊക്കെയാണ് വരുന്നത്. അക്യൂട്ട് യെല്ലോ അട്രോഫി ഓഫ് എ ലിവർ, പാൻക്രിയാറ്റൈറ്റിസ് ആൻഡ് കിഡ്നി ഡാമേജ് ഇൻ മദർ. കുഞ്ഞിലാണ് എന്ത് വരുന്നത്? ടീത്ത് ആൻഡ് ബോൺ ഡിഫോമിറ്റീസ് ഇൻ ഓഫ് സ്പ്രിംഗ് വരും. സോ ദേ കോസ് അക്യൂട്ട് യെല്ലോ അട്രോഫി ഓഫ് ലിവർ, പാൻക്രിയാറ്റൈറ്റിസ് ആൻഡ് കിഡ്നി ഡാമേജ്. ലിവർ, പാൻക്രിയാസ്, കിഡ്നി ഇൻ ദ മദർ ആൻഡ് ടീത്ത് ബോൺ ഡിഫോമിറ്റീസ് ഇൻ ഓഫ് സ്പ്രിംഗ്. അതപ്പോ ഓപ്ഷൻ കാണുമ്പോൾ ഫുള്ള് വായിച്ച് നോക്കിയിട്ട് എഴുതാവുള്ളൂ കേട്ടോ. ഒരിക്കൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഓപ്ഷനിൽ. എന്റെ ഒരു ലാസ്റ്റ് എങ്ങാണ്ടാണ് ആൻസർ തേർഡോ ഡിയോ എങ്ങാണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റോ സെക്കൻഡോ ഓപ്ഷൻ ഈ ടീത്ത് ഡിഫോമിറ്റി ഇൻ മദർ എന്ന് ഇട്ടിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് കയറി നെഗറ്റീവ് ഉണ്ടാവാനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ അമിനോഗ്ലൈക്കോസൈഡ്സ് ഓൾറെഡി ഓട്ടോടോക്സിസിറ്റി ആണ് മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിലും അത് തന്നെയാണ്. അമിനോഗ്ലൈക്കോസൈഡ്സ് ക്യാൻ കോസ് ഫീറ്റൽ ഓട്ടോടോക്സിസിറ്റി. ദെൻ പിന്നെ നെക്സ്റ്റ് G6PD ഡെഫിഷ്യൻസി ഉള്ള പേഷ്യൻസിന് ഹിമോലൈസിസ് ഉണ്ടാക്കുന്ന ഡ്രഗ്സ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറെ ഡ്രഗ്സ് നമ്മൾ പറയുന്നുണ്ട്. എന്നിട്ട് ഒരുമിച്ച് ഒന്നുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. പ്രിമാക്വിൻ, നൈട്രോഫ്യൂറൻടോയിൻ, ഫ്ലൂറോക്വിനോളോൺസ്, ക്ലോറാംഫെനിക്കോള്, സൾഫണമൈഡ്സ് ഇതൊക്കെ G6PD ഡെഫിഷ്യൻസി പേഷ്യൻസിൽ ഈ ഹിമോലൈസിസ് ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ആണ്. പ്രിമാക്വിൻ, നൈട്രോഫ്യൂറൻടോയിൻ, സൾഫണമൈഡ്സ്, ക്ലോറാംഫെനിക്കോൾ, ഫ്ലൂറോക്വിനോളോൺസ്. സോ അപ്പോ ഇത്രയും കാര്യങ്ങള് ഒരുമിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് കേട്ടോ. പെട്ടെന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അതുപോലെ തന്നെ ഇത് പഠിക്കുമ്പോഴും ഇതേപോലെ ഒരുമിച്ചുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എടുത്ത് എഴുതി വെച്ച് പഠിക്കണേ. ഇനി എന്താണ് MBC? മിനിമം ബാക്ടീരിസിഡൽ കോൺസെൻട്രേഷൻ. ചിലപ്പോ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തരാം, MBC is the concentration of antibiotic that kills 99.9%. അപ്പൊ MBC എന്താന്നുള്ളത് അറിഞ്ഞിരിക്കണം. MBC എന്ന് പറഞ്ഞാൽ മിനിമം ബാക്ടീരിസിഡൽ കോൺസെൻട്രേഷൻ. ഇൻഹിബിറ്ററി അല്ല, കില്ലിംഗ് ആണ്. ബാക്ടീരിസിഡൽ കോൺസെൻട്രേഷൻ. ഇറ്റ് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ആന്റിബയോട്ടിക് that kills 99.9% of bacteria.
ഇനി എന്താണ് MIC, മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ. MIC, മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ. അതെന്ന് പറയുമ്പോൾ മിനിമം കോൺസെൻട്രേഷൻ ഓഫ് ആന്റിബയോട്ടിക് ദാറ്റ് പ്രിവെന്റ്സ് ദ ഗ്രോത്ത് ഓഫ് എ ബാക്ടീരിയ. ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ, മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ, MIC. അതിൽ ഓർക്കാൻ വാക്ക് ഫുൾ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. MIC, MBC എന്നൊക്കെ പറഞ്ഞ് തന്നാൽ ഓർക്കണം. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ ഈ ഫ്ലൂറോക്വിനോളോൺസിന്റെ കേസ് വരുമ്പോഴേ ദേ ഹാവ് എക്സലന്റ് ടിഷ്യൂ പെനിട്രേഷൻ പ്രോപ്പർട്ടി. Fluoroquinolones have an excellent tissue penetration property and can attain high concentration in soft tissues, lungs, prostate joints, etc. ഇനി ഇൻട്രാസെല്ലുലാർ പെനിട്രേഷൻ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന രണ്ട് ഡ്രഗ്സ് ആണ് സിപ്രോഫ്ലോക്സാസിനും റിഫാംബസിനും. Ciprofloxacin and rifampicin have very good intracellular penetration. ഇനി സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ CSFൻ്റെത് പറയുമ്പോഴത്തേക്കും സെഫിറോക്സൈം, സെഫ്ട്രിയാക്സോൺ, ക്ലോറാംഫെനിക്കോൾ, സിപ്രോഫ്ലോക്സാസിൻ ഹൈ CSF കോൺസെൻട്രേഷൻ കാണിക്കുന്ന ഡ്രഗ്സ് ആണ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലേക്ക് പെനിട്രേഷൻ കൂടുതലുള്ള ഡ്രഗ്സ് ആണ് സെഫിറോക്സൈം, സെഫ്ട്രിയാക്സോൺ, ക്ലോറാംഫെനിക്കോൾ, സിപ്രോഫ്ലോക്സാസിൻ. ഇനി പെൻസിലിൻസും അമിനോഗ്ലൈക്കോസൈഡ്സും പുവർ പെനിട്രേഷൻ ടു CSF ആണ് അൺലെസ് മെനിഞ്ചസ് ആർ ഇൻഫ്ലൈൻഡ്. പെൻസിലിൻസും അമിനോഗ്ലൈക്കോസൈഡ്സും ആക്ച്വലി പുവർ പെനിട്രേഷൻ ടു CSF ആണ്, ബട്ട് ദേ ക്യാൻ പെനിട്രേറ്റ് ഇൻ മെനിഞ്ചൈസ് കണ്ടീഷൻ. Penicillins and aminoglycosides, poor penetration to CSF. Ciprofloxacin, cefuroxime, ceftriaxone, chloramphenicol, better penetration to CSF. Biliary concentration ലേക്ക് കൂടുതൽ കാണിക്കുന്ന രണ്ട് ഡ്രഗ്സ് ആണ് ബൈലിന്റെ എക്സ്ക്രീഷൻ വരുന്നതാണ് ആംപിസിലിൻ, സെഫാലോസ്പോറിൻസ്, എറിത്രോമൈസിൻ. ഇനി രണ്ട് ആക്ഷൻ ടൈപ്പിനുള്ള എക്സാമ്പിൾസ് കൂടി എഴുതി വെച്ചു. കാരണം ഇപ്പൊ ചില ഡ്രഗ്സ് നമുക്ക് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് ആയിട്ടായിരിക്കും കില്ലിംഗ് എഫക്റ്റ് കാണിക്കുക, ചില ഡ്രഗ്സ് ടൈം ഡിപ്പെൻഡന്റ് ആയിട്ടാണ്. അപ്പൊ അതിന് ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നതിലെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് കില്ലിംഗ് എഫക്റ്റ് കാണിക്കുന്ന ആന്റിബയോട്ടിക്, ടൈം ഡിപ്പെൻഡന്റ് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് അതൊന്ന് എഴുതി വെച്ചോളൂ. അമിനോഗ്ലൈക്കോസൈഡ്സ്, ഫ്ലൂറോക്വിനോളോൺസ്, മെട്രോനിഡാസോൾ, ദേ ആർ എക്സാമ്പിൾസ് ഫോർ എ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് കില്ലിംഗ് ആന്റിബയോട്ടിക്സ്. കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് കില്ലിംഗ് ആന്റിമൈക്രോബിയൽസിന് എക്സാമ്പിൾ ആണ് അമിനോഗ്ലൈക്കോസൈഡ്സ്, ഫ്ലൂറോക്വിനോളോൺസ്, മെട്രോനിഡാസോൾ. അതായത് അവരുടെ ആ ഒരു ഇൻഹിബിറ്ററി എഫക്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേഷ്യോ ഓഫ് പീക്ക് കോൺസെൻട്രേഷൻ ടു ദ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ. എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷനിൽ വരുന്നതാണ് ഈ ഇത്ര ലോവസ്റ്റ് എമൗണ്ടിൽ തന്നെ നമുക്ക് ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതേസമയം ഹയറിലേക്ക് വരുമ്പോൾ ഹയർ എഫിഷ്യൻസി കാണിക്കും. സോ അപ്പോൾ അമിനോഗ്ലൈക്കോസൈഡ്സ്, ഫ്ലൂറോക്വിനോളോൺസ്, മെട്രോനിഡാസോൾസ് ആർ പ്രൊഡ്യൂസിങ് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് കില്ലിംഗ്. ഇനി അടുത്തത് ബീറ്റ ലാക്ടംസ്, മാക്രോലൈറ്റ്സ്, മാക്രോലൈറ്റ്സ്, പെപ്റ്റൈഡ്സ്, ഗ്ലൈക്കോപെപ്റ്റൈഡ്സ്, they produce time dependent killing. That is, the antimicrobial action will be depending upon the length of time the concentration remains above the minimum inhibitory concentration. Depends upon the length of time the concentration remains above the MIC, that is minimum inhibitory concentration. Okay, so അപ്പോൾ മേ ബി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് കില്ലിങ്ങും അതുപോലെ തന്നെ ടൈം ഡിപ്പെൻഡന്റ് കില്ലിങ്ങും എക്സാമ്പിൾസ് ഇട്ടിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഇനി പിന്നെ നമുക്ക് പ്രൊഫൈലാക്സിസ് യൂസിന് വേണ്ട ഡ്രഗ്സിൻ്റെത് പ്രൊഫൈലാക്സിസ് യൂസിനായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് റൊമാറ്റിക് ഫീവറിന് പ്രൊഫൈലാക്സിസ് ഡ്രഗ് ആയിട്ട് വരുന്നതാണ് തന്നിട്ടുണ്ടല്ലോ ബെൻസത്തീൻ പെൻസിലിൻ. റൊമാറ്റിക് ഫീവറിൽ ബെൻസത്തീൻ പെൻസിലിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ് പ്രൊഫൈലാക്സിസ് വരുന്നത്. TBക്കാവുമ്പോൾ ഐസോനിയാസിഡ്. അത് TBയുടെ കേസ് വരുമ്പോഴത്തേക്ക് നമുക്ക് കോണ്ടാക്ട് വരാൻ ചാൻസ് ഉള്ള ആൾക്കാർക്ക്, പിന്നെ അതുപോലെ തന്നെ ചിൽഡ്രൻ, HIV പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ഒക്കെയാണ് നമ്മൾ യൂഷ്വലി പ്രൊഫൈലാക്സിസ് ആയിട്ട് വേണ്ടത്. അത് ഐസോനിയാസിഡ് ഫോർ 6 months ആണ് പ്രൊഫൈലാക്സിസ് ആയിട്ട് വരുന്നത് TB. ഇനി MAC ഇൻഫെക്ഷന്റെ കേസ് വരുമ്പോൾ MACയുടെ കേസ് വരുമ്പോഴത്തേക്കും എയ്ഡ്സ് ഒക്കെ ഉള്ള പേഷ്യൻസിന് ലോ CD4 കൗണ്ട് ആയിരിക്കും അല്ലേ.
അപ്പൊ അതുകൊണ്ട് തന്നെ മൈക്കോബാക്ടീരിയം ഏവിയം കോംപ്ലെക്സ് MAC, മൈക്കോബാക്ടീരിയം ഏവിയം കോംപ്ലെക്സ് MAC അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ ആ ഒരു MAC ഇൻഫെക്ഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രൊഫൈലാക്സിസ് ഡ്രഗ് ആണ് അസിത്രോമൈസിൻ ഓർ ക്ലാരിത്രോമൈസിൻ. So AIDS patients with a low CD4 count may be protected against MAC infection, that is Mycobacterium avium complex infection, by azithromycin or clarithromycin. ഇനി ഗൊണോറിയ അല്ലെങ്കിൽ സിഫിലിസിന്റെ കണ്ടീഷൻ, ഗൊണോറിയ ഓർ സിഫിലിസ് പ്രൊഫൈലാക്സിസ് ആയിട്ട്, അതായത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കോണ്ടാക്ട് ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് പ്രൊഫൈലാക്സിസ് ആയിട്ട് ആംപിസിലിൻ അല്ലെങ്കിൽ സെഫ്ട്രിയാക്സോൺ, ആംപിസിലിൻ അല്ലെങ്കിൽ സെഫ്ട്രിയാക്സോൺ ഗൊണോറിയ ഓർ സിഫിലിസ് കണ്ടീഷനിൽ പ്രൊഫൈലാക്സിസ് ആയിട്ട് ആംപിസിലിൻ ഓർ സെഫ്ട്രിയാക്സോൺ. ഇനി ചില പേഷ്യൻസിന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെർപ്പസ് സിംപ്ലെക്സ് റെക്കറന്റ് ആയിട്ട് വരാം. റെക്കറന്റ് ജനൈറ്റൽ ഹെർപ്പസ് സിംപ്ലെക്സ് അസൈക്ലോവിർ തന്നെയാണ് പ്രൊഫൈലാക്സിസ് ആയിട്ട് വരുന്നത്. അതായത് ഒരു വർഷത്തിൽ തന്നെ 4 അതിലധികമോ ഒക്കെ പ്രാവശ്യം ഹെർപ്പസ് സിംപ്ലെക്സ് അറ്റാക്ക് ഉണ്ടാവുന്ന കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രൊഫൈലാക്സിസ് ആയിട്ട് അസൈക്ലോവിർ ആണ് എടുക്കുക. ഓക്കെ, ഇനി മലേറിയ ഉള്ള കണ്ടീഷൻ ഏരിയയിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ട്, മലേറിയയ്ക്കാണെന്നുണ്ടെങ്കിൽ ട്രാവലേഴ്സ് ടു എൻഡമിക് ഏരിയാസ് വിത്ത് ഹൈ ട്രാൻസ്മിഷൻ റേറ്റ് മേ ബി കവേർഡ് ബൈ ഡോക്സിസൈക്ലിൻ, മലേറിയയ്ക്ക് ഡോക്സിസൈക്ലിൻ ഓർ മെഫ്ലോക്വിൻ. ഇനി അടുത്തത് സ്വൈൻ ഫ്ലൂ. സ്വൈൻ ഫ്ലൂ എന്താ? H1N1 അല്ലേ? സ്വൈൻ ഫ്ലൂ ഓസൽട്ടാമ. H1N1 അല്ലെങ്കിൽ സ്വൈൻ ഫ്ലൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ A2 ഓസൽട്ടാമാവർ. നെക്സ്റ്റ് കോളറ, ടെട്രസൈക്ലിൻ പ്രൊഫൈലാക്സിസ് ആയിട്ടിരിക്കും. ടെട്രസൈക്ലിൻ, കോളറ. ഹൂപ്പിംഗ് കഫിന് ഇമ്മ്യൂണൈസേഷൻ എടുക്കാത്ത കുട്ടികൾക്ക് ഹൂപ്പിംഗ് കഫ് വരാം അല്ലേ? അപ്പം ഹൂപ്പിംഗ് കഫിന് എറിത്രോമൈസിൻ ഓർ അസിത്രോമൈസിൻ. ഹൂപ്പിംഗ് കഫ്, പ്ലേഗ്, ഡോക്സിസൈക്ലിൻ. ഈ റെക്കറന്റ് ആയിട്ട് UTI ഉണ്ടാവുന്ന കേസസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ലോങ് ടേം ബേസിസിൽ കോട്രൈമോക്സസോൾ അല്ലെങ്കിൽ നൈട്രോഫിറൻഡോയിൻ എടുക്കാം ടു പ്രിവെന്റ് ദ റെക്കറൻസസ് ഓഫ് UTI ഇൻ പേഷ്യൻസ് വിത്ത് അബ്നോർമാലിറ്റീസ് ഇൻ ദ ട്രാക്ട്. സോ അപ്പോൾ UTIയുടെ കേസിൽ കോട്രൈമോക്സസോൾ ഓർ നൈട്രോഫിറൻഡോയിൻ ആണ്. റെക്കറന്റ് ആയിട്ട് വരുന്നു എന്നുള്ള കേസസിലാണെന്നുണ്ടെങ്കിൽ കോട്രൈമോക്സസോൾ ഓർ നൈട്രോഫിറൻഡോയിൻ may be given on a long term basis. Okay.